ചേട്ടൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ചേട്ടന്റെ ബഡ്ജറ്റിന്റെ പകുതി മതി ഈ പറഞ്ഞതെല്ലാം വാങ്ങാം. അതെങ്ങനെ? അതാണ് TJM ഹോൾസെയിൽ മാജിക്. പാലക്കാട്ടെ ഏറ്റവും വലിയ ഹോൾസെയിൽ ബ്രൈഡൽ ജ്വല്ലറി TJM Gold and Diamonds Manufacturers and Wholesalers, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. കേന്ദ്ര സർക്കാരിന്റെ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്ന പുരപ്പുര സോളാർ പദ്ധതി കൂടുതൽ ജനകീയമാക്കുന്നതിന്റെ ഭാഗമായി വടക്കാഞ്ചേരിയിൽ KSEBയുടെ നേതൃത്വത്തിൽ പ്രചാരണ പരിപാടി സംഘടിപ്പിച്ചു. നഗരസഭാ അങ്കണത്തിൽ നടന്ന ചടങ്ങ് വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പദ്ധതിയുടെ ആനുകൂല്യങ്ങളും സബ്സിഡി വിവരങ്ങളും പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. ഊർജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നതിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് നമ്മുടെ സോളാർ സിസ്റ്റം. അപ്പോൾ ആ സോളാർ സിസ്റ്റം എല്ലാ പുരയുടെ മേലും വീടുകളുടെ മുകളിലും സ്ഥാപിച്ചാൽ നിശ്ചിത സംഖ്യ സബ്സിഡിയോടുകൂടി സാധാരണക്കാരായിട്ടുള്ള എല്ലാവർക്കും അത് അവിടെ ഫിക്സ് ചെയ്യാൻ വേണ്ടി കഴിയും എന്നുള്ള ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഈ പബ്ലിക് ഫംഗ്ഷൻ്റെ ഭാഗമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ നിർവഹിച്ചുകൊണ്ട് നമ്മുടെ പ്രദേശത്തെ എല്ലാവരും സബ്സിഡിയോടുകൂടി ഈ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിഞ്ഞാൽ KSEB വടക്കാഞ്ചേരി ഇലക്ട്രിക്കൽ ഡിവിഷന്റെ നേതൃത്വത്തിലാണ് നഗരസഭാ അങ്കണത്തിൽ വെച്ച് സൂര്യഘർ പദ്ധതിയുടെ പ്രചരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ VA മനോജ് അധ്യക്ഷത വഹിച്ചു. സോളാർ അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രകാശൻ PR പദ്ധതി വിശദീകരണം നടത്തി. നമ്മുടെ വീടിന്റെയോ നമ്മുടെ കെട്ടിടത്തിന്റെയോ റൂഫ് ടോപ്പിൽ തന്നെ സോളാർ പാനൽ വെച്ചുകൊണ്ട് നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുക, അധികം വരുന്ന വൈദ്യുതി സർക്കാർ ഗവൺമെന്റ് KSEBയുടെ ഗ്രിഡിലേക്ക് കൊടുത്തുകൊണ്ട് അതിന് റെഗുലേറ്ററി കമ്മീഷൻ നിശ്ചയിക്കുന്ന താരിഫ് അനുസരിച്ച് ഒരു യൂണിറ്റിന് പൈസ തിരിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് നിലവിലുള്ളത്. ഈ പദ്ധതിയുടെ PM സൂര്യഘർ എന്ന് പറയുന്ന ഈ പദ്ധതിയാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ PM സൂര്യഘർ എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. കേരളത്തിൽ ഇതിനകം 2 ലക്ഷത്തോളം സൗരോർജ്ജ നിലയങ്ങൾ ഈ പദ്ധതി വഴി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഗാർഹിക ഉപഭോക്താക്കൾക്ക് 1 കിലോ വാട്ട് നിലയത്തിന് 30,000 രൂപയും 2 കിലോ വാട്ടിന് 60,000 രൂപയും 3 കിലോ വാട്ട് വരെയുള്ള നിലയങ്ങൾക്ക് പരമാവധി 78,000 രൂപയും സബ്സിഡിയായി ലഭിക്കും. ഈ തുക നേരിട്ട് ഉപഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് എത്തുക. കൂടാതെ കുറഞ്ഞ പലിശ നിരക്കിൽ ജാമ്യമില്ലാതെ ബാങ്ക് വായ്പാ സൗകര്യവും പദ്ധതിയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ഗ്രൂപ്പ് ഹൗസിംഗ് സൊസൈറ്റികൾക്കും റെസിഡൻഷ്യൽ വെൽഫെയർ അസോസിയേഷനുകൾക്കും കിലോ വാട്ടിന് 18,000 രൂപ വരെ സബ്സിഡിയോടെ 500 കിലോ വാട്ട് വരെ സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കാവുന്നതാണ്. മുൻ കൗൺസിലർ PR അരവിന്ദാക്ഷൻ, മുനിസിപ്പൽ സെക്രട്ടറി വിനീത് എന്നിവരും വിവിധ KSEB ഉദ്യോഗസ്ഥരും ചടങ്ങിൽ സംസാരിച്ചു. അനായാസം അപേക്ഷിക്കുവാനും അതിവേഗം അനുമതി ലഭ്യമാക്കുവാനും സാധിക്കുന്ന ഈ ജനകീയ പദ്ധതിയിൽ പരമാവധി ആളുകൾ പങ്കാളികളാകണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. You are watching VCV News.